ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ സുമേഷ്. എല്ലാവർക്കും ക്രിയേറ്റീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് സാരിയിൽ എങ്ങനെ ഹാൻഡ് കർച്ചീഫ് ഭംഗിയായിട്ട് കാണാത്ത രീതിയിൽ ടക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാരി ഡ്രപ്പിംഗ് വീഡിയോ കുറച്ച് ക്വിക്കായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സാരി ഡ്രപ്പിംഗ് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം എങ്ങനെ ഭംഗിയായിട്ട് ടക്ക് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ സാരി ഡ്രിപ്പിംഗ് വീഡിയോയുടെ കഴിഞ്ഞേക്കാണ്. നമുക്കിനി ഹാൻഡ് കർച്ചീഫ് എങ്ങനെ ടക്ക് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ടവലാണ് എടുത്തേക്കുന്നത്. അത് 2ആക്കി മടക്കി, പിന്നെ അതൊന്നുകൂടി 4ആക്കി മടക്കി, പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് ഇതുപോലെ ഒരു ചതുരം രീതിയിലെടുക്കാം. സാരിയുടെ ലെഫ്റ്റ് ഭാഗത്ത് കുത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഡിസ്റ്റർബ് ആയി പോകും. അപ്പോൾ നമ്മൾ റൈറ്റ് ഭാഗത്ത് സാരിയുടെ ഫ്രണ്ടിലെ മുന്താണി ഭാഗത്തിൻ്റെ പ്ലീറ്റ്സ് ഒന്ന് പൊക്കിയിട്ട് ടക്ക് ചെയ്തിട്ട് സാരി പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത് നോക്കിക്കോളൂ. ഹാൻഡ് കർച്ചീഫ് ഒരു ട്രയാങ്കിൾ രീതിയിൽ മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടി താഴോട്ട് വരുന്ന രീതിയിൽ മടക്കുമ്പോൾ ഏകദേശം ഒരു സ്ക്വയർ രീതിയിൽ കിട്ടും. ആ സ്ക്വയറിനെ ഒന്നുകൂടി ഉള്ളിലോട്ട് മടക്കുമ്പോൾ 3 ലെയറുള്ള ഒരു ട്രയാങ്കിൾ പോലെ കിട്ടും. ഇത് നമുക്ക് സാരിയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം ടക്ക് ചെയ്യുമ്പോഴും നമ്മുടെ സാരി പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി ട്രയാങ്കിളായിട്ട് മടക്കിയിട്ടുണ്ട്. അതിനെ ഇതുപോലെ 2ആക്കി മടക്കുമ്പോൾ ജസ്റ്റ് ഒരു സ്ക്വയർ രീതിയിൽ കിട്ടും. ഈ സ്ക്വയർ രീതിയിൽ തന്നെ ഒരു ഏങ്കോണിച്ച രീതിയിൽ, അതായത് വി ഷേപ്പിൽ വരുന്ന രീതിയിൽ സാരി പാവാടയിലോട്ട് നമ്മൾ ടക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ട്രയാങ്കിളായിട്ട് മടക്കുക. ഇനി നമ്മൾ സാരിക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ 1 by 1 ആയിട്ട് കുറച്ച് പ്ലീറ്റ്സ് എടുക്കുക. ആദ്യം വന്നേക്കുന്നത് അതൊന്ന് മടക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടും. ഇനി അത് ടക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഹാൻഡ് കർച്ചീഫ് 2ആയി മടക്കുക. മടക്കിയിട്ട് അതിനെ ഒന്നുകൂടി മടക്കുമ്പോൾ ഒരു സ്ക്വയർ രീതിയിൽ കിട്ടും. ഈ സ്ക്വയറിനെ തന്നെ ഈ ഒരു എന്താ പറയുക, വി ഷേപ്പിൽ തന്നെ നമുക്ക് സാരി പാവടയിലോട്ട് സാരിയിൽ കൂട്ടിയിട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ടക്ക് ചെയ്യാതെ റൈറ്റ് സൈഡിൽ ടക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്ലീറ്റ്സ് കൊണ്ട് കവറായി പോവുകയും ചെയ്യും, ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. സാരി പ്ലീറ്റ്സ് അതിനുശേഷം ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത സാരി ഡ്രിപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.